2 ദിവസം കൊണ്ട് ആകെ മഴയൊക്കെ ആയി ആകെ വൃത്തികേടായി കിടക്കുന്ന. അപ്പം മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞമ്മേരെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ്. ഇതൊരു അലങ്കാര ചെടിയായിട്ടാണ് അവരെ വീട്ടിൽ നട്ടത്. അപ്പോൾ ഇതിൽ കിഴങ്ങ് പിടിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനതത്ര കാര്യമാക്കിയില്ല. അത് കൊണ്ടുവന്ന് നട്ടു. വെറുതെ അങ്ങ് നട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉണക്കത്തൊന്നും വലിയ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല, വെറുതെ അങ്ങ് ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് കാട് പിടിച്ച് അങ്ങനെ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയതാണേ. അപ്പോൾ ഈ കിഴങ്ങ് പിടിക്കുമെന്ന് വിചാരിച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ അത്ര ഭയങ്കര ഇതായിട്ടൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഇത് നമ്മൾ ഇത് വള്ളി പുഴുതെടുക്കും തോറും അതിലെല്ലാത്തിലും കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സംഭവം ഈ പടന്ന് പോകുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ഇങ്ങനെ വേരിറങ്ങി ഈ വേരിറങ്ങുന്ന സ്ഥലത്ത് എല്ലാം കിഴങ്ങുണ്ടായിരുന്നു. അപ്പോൾ നോക്കി ചെയ്ത് വയ്ക്കുകയാണ്. ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളായിരുന്നു. അതിന് കാര്യമായിട്ടുള്ള വെള്ളമോ വളമോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കിഴങ്ങ് ഇതിനകത്തുണ്ട്. ഇതാദ്യം ഒന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നിയില്ല, കാരണം ഇത് നമ്മൾ വള്ളിച്ചെടി പറിച്ച് കളയല്ലേ, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. പിന്നെ കിഴങ്ങ് വന്നപ്പോഴത്തേക്കാണ് എങ്കിൽ ഒന്ന് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചത്. കണ്ട, ഇത് നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതുപോലത്തെ മധുരക്കിഴങ്ങ് തന്നെ. ഇതിപ്പോൾ നല്ല വലുതായി. അപ്പോൾ ഇതാണ് അതിൻ്റെ മൂട് കേട്ടോ. ആ ചെടീൻ്റെ മൂട് ഇതായിരുന്നു. ഈ കിഴങ്ങൊന്ന് പുഴുതെടുക്കാനായിട്ട് ഞാൻ നല്ല പണിപ്പെട്ട്, കാരണം ഇത് നല്ല ആഴത്തിലായിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മളെ മണ്ണൊക്കെ നനവുള്ളത് കൊണ്ട് നമുക്ക് കിഴങ്ങൊന്നും വലുതായിട്ട് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതായത് നോക്കിക്കുക, നമ്മൾ വള്ളി പോയിടത്തെല്ലാം കിഴങ്ങ് തന്നെ. അപ്പം ഞാൻ ഇതെല്ലാം പുഴുതെടുത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ മധുരക്കിഴങ്ങിൻ്റെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ് ഉണ്ടായത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വളവും ചെയ്തിട്ടില്ല, ചാണകപ്പൊടിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ നമ്മുടെ ചെടി നടാവുന്ന സ്ഥലത്താണ് ഇത് വെറുതെ അങ്ങ് നട്ടിരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കുക, ഇതൊരു വലിയ കിഴങ്ങതാ ഇതുപോലെ മണ്ണിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നതാ. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുഴിച്ചെടുത്ത് ഒരുപാട് കിഴങ്ങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും അധികം കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തപ്പം സത്യം പറഞ്ഞാൽ ഒരു 2 കിലോയ്ക്ക് അടുപ്പിച്ചുണ്ടായിരുന്നു കേട്ടോ കിഴങ്ങ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ തന്നെ കിഴങ്ങ്. അപ്പോൾ വൈകുന്നേരം സ്നാക്സിന് ഇതായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ വള്ളി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഓക്കേ.